പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കലാണ് പിശുക്ക്. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വർഗത്തിലേക്ക് വഴിതെറ്റിപ്പോകും. ഇതൊക്കെ മദീനയിലേക്കുള്ള പാതയിൽ ലക്ഷക്കണക്കിന് കിരണങ്ങളായിട്ട് ഉദിച്ച സൂര്യന്മാരാണ്. അതിലൂടെ ഒരു വിദ്യാഭ്യാസം നടന്നു. മദീനയിലേക്കുള്ള പാത വലിയൊരു വിദ്യാഭ്യാസം നൽകി. ആ വിദ്യാഭ്യാസത്തെ വൈകാരിക വിദ്യാഭ്യാസം എന്ന് പേരിട്ട് വിളിക്കുന്നു, ഇമോഷണൽ എഡ്യൂക്കേഷൻ. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. അൽ ബഖീലു മൻ ദുകിറതു ഇൻദഹു വലം യുസല്ലി അലയ്യ. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കലാണ് പിശുക്ക്. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് സ്വർഗത്തിലേക്ക് വഴിതെറ്റിപ്പോകും. ഖതഅ തരീഖൽ ജന്ന. അതൊക്കെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളല്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് വർഷിക്കുന്നു. അതെങ്ങനെയെന്നുള്ളത് ഇനി ഒരുപാട് വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ്. അള്ളാഹു എങ്ങനെയാണ് സ്വലാത്തിനെ കൈകാര്യം ചെയ്യുന്നത്? അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഒരേ വാക്കാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അപ്പൊ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹു ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട ഒരു അമല് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റൊന്നേ ഈ ലോകത്തുള്ളൂ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിന് നിസ്കാരമില്ല. അള്ളാഹു മഅബൂദാണ്. ഇബാദത്ത് ആർക്കാണോ നൽകപ്പെടുന്നത് അവനാണ് അള്ളാഹു. ഇബാദത്ത് ചെയ്യുന്നവനായ ആബിദ് മനുഷ്യനാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവന്റെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനില്ല. അള്ളാഹുവിന് നിസ്കാരമില്ലല്ലോ, നോമ്പോ അതൊന്നുമില്ലല്ലോ. അള്ളാഹു അങ്ങനെ ഒന്നുമില്ലല്ലോ, ചിന്തിക്കാനേ കഴിയില്ലല്ലോ. അള്ളാഹു മഅബൂദാണ്. അള്ളാഹു സുജൂദ് ആർക്കാണോ ചെയ്യപ്പെടുന്നത് അവനാണ് അള്ളാഹു. എങ്കിൽ പിന്നെ എന്തൊരു കാര്യമാണ് അള്ളാഹു ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. ചിന്തിക്കുക വേണ്ട. അള്ളാഹു ഖാലിഖാണ്, നമ്മൾ മഖ്ലൂഖാണ്. അള്ളാഹു സൃഷ്ടാവാണ്, നമ്മൾ സൃഷ്ടികളാണ്. ഒറ്റ ഒന്നൊഴികെ സല്ലു അലൻ നബി. അള്ളാഹു മലക്കുകൾ ചെയ്യുന്നുണ്ട്, ഏതോ രീതിയിൽ നമ്മളും ചെയ്യുക. സല്ലു എന്ന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നു. അത് അറബ് ഭാഷയിലെ അമ്രാണ്. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അത് പിന്നെ ഫർളാണോ സുന്നത്താണോ എന്ന ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. റസൂലുള്ളാഹി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ ചെറുപ്പക്കാരായ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ചെറിയ പ്രായത്തിലായിരുന്ന സഹാബികൾ, അവർക്ക് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാനുള്ള അത്യാർത്തി, നബി ജീവിതം പകർത്താനുള്ള അത്യാവേശം. ധാരാളം സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലമാണ്. എന്നിട്ടും ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുക്കലേക്കാണ് അവർ പോയത്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ പാണ്ഡിത്യം ലോകപ്രസിദ്ധമാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. പുണ്യനബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഉമ്മുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങളെ പഠിപ്പിക്കൂ, ഞങ്ങളും ആ സ്വഭാവത്തെ സ്വീകരിക്കട്ടെ, പകർത്തട്ടെ. നബി സ്വഭാവം എങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം? എനിക്ക് തോന്നുന്നു അത് വിവരിക്കാൻ വേണ്ടി ലോകത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്ത് മറ്റൊരു നേതാവിനെ കുറിച്ചും എഴുതപ്പെട്ടില്ല. ഗർ ഖമൂഷ് ഹൈ, ഗർ ഖമൂഷ് ഹൈ. നബി മിണ്ടാതിരുന്നാൽ, നബി എങ്ങാനും മൗനമായിട്ടിരുന്നാൽ ഖുദാ കി കിതാബ് ഹൈ. നബി മൗനമായിട്ടിരുന്നാൽ അല്ലാഹുവിന്റെ കിതാബാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബിയുടെ സ്വഭാവം വിവരിച്ചുകൊണ്ട് ലോകത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എല്ലാ ഭാഷകളിലും എത്രയാ കിടക്കണത്. ഇപ്പൊ ഇംഗ്ലീഷിൽ നബി ചരിത്രത്തിന്റെ പ്രവാഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസം എന്ന പോലെ പുതിയ പുതിയ പുസ്തകങ്ങൾ, ഒന്നാന്തരം പുസ്തകങ്ങൾ, പല പല അപ്രോച്ചിൽ, പല പല ആംഗിളുകളിൽ. ലോകത്ത് മുഹമ്മദ് നബിയുടെ സ്വാധീനം ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യൂറോപ്യൻ പണ്ഡിതൻ എഴുതി, ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ ദി പ്രോഫറ്റ്സ്. എല്ലാ പ്രവാചകന്മാരിലും വെച്ച് ഏറ്റവും വലിയ വിജയി മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരൊക്കെ പറഞ്ഞ് വലിയ വലിയ വാക്കുകൾ പറഞ്ഞു. ബർണാഡ് ഷാ പറഞ്ഞു, ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, മുഹമ്മദ് തിരിച്ചു വരണം സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ എസ്സൈസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോഴും അങ്ങനെ തന്നെ. അദ്ദേഹത്തെ മറികടക്കുന്ന അത്ര വലിയൊരു പ്രബന്ധകാരൻ പിന്നീട് ജനിച്ചിട്ടില്ല. ജോർജ് ബെർണാഡ് ഷാ, മഹാചിന്തകനായ ബെർണാഡ് ഷാ, രസികനായ ബെർണാഡ് ഷാ. ലോകത്തെ നന്നാക്കി തീർക്കാനുള്ള ഒരേ ഒരു പോംവഴി മുഹമ്മദ് തിരിച്ചു വരണം, എന്നിട്ട് തന്നിഷ്ടം പോലെ ലോകത്തെ മാറ്റണം എന്നാണ് ബെർണാഡ് ഷാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നെപ്പോളിയൻ പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന്, ലോകത്തെ ജയിച്ചടക്കണം. 2, ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് സൃഷ്ടിച്ച മാതൃകയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. ലാമർട്ടൈൻ പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ വിജയിയായിട്ടുള്ള വിപ്ലവകാരി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ജീവിതകാലത്ത് നമ്മൾ വേറെ പലതും കണ്ടു. നമ്മുടെ ജീവിതകാലത്താണ് മൈക്കിൾ ഹാർട്ടിന്റെ പുസ്തകം ഇറങ്ങിയത്, ദ 100. ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനം സൃഷ്ടിച്ച 100 പേർ. അതിൽ 1-ാം സ്ഥാനം പരിശുദ്ധ റസൂൽ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ലോകത്ത് അന്ത്യമില്ലാത്ത ആ ഒരു മഹാവിപ്ലവം. നബി മിണ്ടാതിരുന്നാൽ ഖുദാ കീ കിതാബ് ഹൈ, ദൈവത്തിന്റെ ഗ്രന്ഥമായ ഖുർആനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുത്ത് പോയിട്ട് നബിയുടെ സ്വഭാവം വിവരിച്ചു തരുമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ഇംഗ്ലീഷിൽ 1000 എത്ര പുസ്തകങ്ങൾ, ഉറുദു, അറബി. പ്രവാചകന്റെ ജീവചരിത്രം എഴുതപ്പെട്ടത് ഗ്രന്ഥശാലകളിലെ അലമാരകൾ നിറഞ്ഞു കവിഞ്ഞിട്ട് ഒഴുകുകയാണ്. ഇന്നും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നബിയുടെ സാമ്പത്തിക ശാസ്ത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സൈക്കോളജി. ഞാൻ അടിവരയിട്ട് പറയും, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം 1-ാം തരം സൈക്കോളജിയാണ്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. നിങ്ങൾ 2 ആളിരിക്കുന്നിടത്ത് ഒരാളെ വിളിച്ചിട്ട് സ്വകാര്യം പറയാതിരിക്കൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ 3-ാമനായിട്ട് അവരുടെ സംസാരത്തിലേക്ക് ചെന്ന് കയറാതിരിക്കൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിലെ ഇരിപ്പിടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയാൽ, ഒരാൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോയി, ആ ഇരിപ്പിടത്തിന്റെ അവകാശി അദ്ദേഹം തന്നെയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റേജിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നതാണ്. ഒരാൾ എണീറ്റ് പോകാൻ കാത്തിക്കണം, ചിലർ കസേരയിട്ട് നടക്കല്. 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരുന്നു. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർക്കേ വിശ്വസിക്കാൻ കഴിയൂ. കാരണം 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്കിനെ പറ്റി താക്കീത് ചെയ്യുമ്പോൾ 1500 കൊല്ലം മുമ്പ് റോഡുണ്ടോ? 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്ക് ഉണ്ടോ? 1500 കൊല്ലം മുമ്പ് ബ്ലോക്ക് ചെയ്യേണ്ട പ്രശ്നമുണ്ടോ? വിശാലമായ മരുഭൂമി, ആർക്കും എങ്ങനെയും സഞ്ചരിക്കാം. ഇന്നത്തെ മാതിരിയുള്ള ട്രാഫിക് ഇല്ല, ഇന്നത്തെ മാതിരിയുള്ള വാഹനങ്ങളില്ല. അന്നത്തെ വാഹനങ്ങളൊക്കെ ജന്തുക്കളാണ്. ഒട്ടകം, കുതിര, കഴുത, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ഇഷ്ടം പോലെയാണ് വഴി. ഇതൊരു ഓർമ്മകളുടെ രാത്രിയാണ്. ഓർമ്മകളാണ് നമ്മൾ. നമ്മുടെ ഏറ്റവും വലിയ ഓർമ്മ പരിശുദ്ധ റസൂലാണ്. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഓർമ്മകളിലല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഓർമ്മകളിലാണ്. കാലത്ത് നമ്മൾ ഉണരുന്നു, നേരം വെളുക്കുന്നു, ആദ്യം ചെയ്യുന്ന പണി ബ്രഷ് എടുക്കുന്നു, പല്ല് ബ്രഷ് ചെയ്യുന്നു. എന്താണ് അതിനെക്കുറിച്ച് പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദിവസേന 5 തവണ ഞാൻ അവരോട് ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ആ ഹദീത്ത് പഠിച്ചത് എന്റെ മനസ്സിലൊന്നുണ്ട്. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്. എന്റെ സമുദായത്തിന് ക്ലേശകരമാകുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഡെയിലി 5 ടൈംസ് പല്ല് ബ്രഷ് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. രാജ്യം ഭരിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ